കാന്തപുരം കസ്സാബുൽ ഉലമയാണ്. കാന്തപുരം ഔലിയാക്കളുടെ മുഷാവറയിൽ അംഗമല്ല, ഇബിലീസിന്റെ മുഷാവറയിൽ അംഗമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇത് AP ഉസ്താദ് റമദാനിൽ 26 രാവിലെ മഅദിനിൽ നടന്ന പരിപാടിക്ക് ചില സത്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വഹാബികൾ എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്നൊക്കെ അതിലൊക്കെ കൃത്യമായ രൂപം ഉസ്താദ് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഉസ്താദ് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട രോദനമാണ്. എന്നിട്ട് ഇയാൾ വലിയ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. അതായത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ആ ഒരു വെല്ലുവിളിയിലേക്കും ആ മെല്ലുവിളിയിലേക്കൊക്കെ നമുക്ക് ഒന്ന് പോയി നോക്കാം. തക്ബീർ തൊഴിലാളികളായ കാന്തപുരത്തെ മെഴുകി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞാടുകൾ സർവ്വെണ്ണത്തിനെയും ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ കവല പ്രഭാഷണം നടത്തുന്നവരാകട്ടെ എഴുതി കൂട്ടുന്നവരാകട്ടെ എല്ലാറ്റിനെയും വെല്ലുവിളിക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ ഫൈസൽ മൗലവിക്ക് നേരെ നടത്തിയ ആരോപണം തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളി. ആദ്യമായി പറയുന്നത് ഫൈസൽ മൗലവിക്ക് മാത്രമുള്ള ഒരു ആരോപണമൊന്നുമല്ല ഉസ്താദ് നടത്തിയത്. ഫൈസൽ മൗലവിയുടെ പേര് തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കളവതാണ്. ഫൈസൽ മൗലിക്കെതിരെ പറഞ്ഞു എന്നാ പറഞ്ഞത്. മൂപ്പര് നിങ്ങൾ പടച്ചുണ്ടാക്കുന്നതാണ് അതൊക്കെ. ഉസ്താദ് ഫൈസൽ മൗലിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഉസ്താദ് പറഞ്ഞത് ആരോപണവുമല്ല, യാഥാർത്ഥ്യമാണ്. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി ഉസ്താദ് പറഞ്ഞത് എന്താ, ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് എന്താ എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. വെള്ളിയാഴ്ച പെരുന്നാളാകും, പെരുന്നാളായ ജുമാ വേണ്ട എന്നിപ്പോ പ്രസ്താവിച്ചു വെച്ചിരിക്കുക. പരിശുദ്ധ റമദാൻ തുടങ്ങിയതിന് ശേഷം അല്പം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ത്, ഈ പറയുന്ന വെള്ളിയാഴ്ച പെരുന്നാളാവും. വെള്ളിയാഴ്ച പെരുന്നാളായി കഴിഞ്ഞാൽ പിന്നെന്ത് വേണ്ട, അവൻ ജുമാ നിസ്കരിക്കണ്ട. വെള്ളിയാഴ്ച പെരുന്നാളായി കഴിഞ്ഞാൽ അവൻ പെരുന്നാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ ഖുതുബയിൽ പങ്കെടുത്താൽ പിന്നെന്ത് വേണ്ട, ജുമാ വേണ്ട എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതാണ്. അത് ഉസ്താദ് നടത്തിയ ആരോപണമല്ല, അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ലോകത്തുള്ള എല്ലാവരും കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും അത് മനസ്സിലായി. വിവാദമായ ഒരു വിഷയമാണുള്ളത്. ഇതൊന്നും മൂപ്പര് കണ്ടിട്ടില്ല. മൂപ്പരിപ്പോ ഉറക്കത്തുനിന്ന് വിളിച്ചിട്ട് ഉറക്കത്തിൽ നീച്ച് വന്നിട്ട് അത് തെളിയിക്കണം, അത് വെല്ലുവിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു വന്ന എന്താ അതിനൊക്കെ കഥ? അപ്പൊ ഈ കഥയില്ലാത്ത ആള് നടത്തുന്ന വെല്ലുവിളിയാണ്. ഇനി ഇത് തെളിയിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് കേൾക്കാം. മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെയോ പ്രബോധകന്മാരുടെയോ സംസാരത്തിലോ ലേഖനത്തിലോ എവിടെയെങ്കിലും വെള്ളിയാഴ്ച പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ജുമാ വേണ്ട, നിരുപാധികം വേണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ കാണാം. മൂപ്പര് എവിടുന്ന വരുന്നതെന്ന് അറിയില്ല. അതല്ലെങ്കിൽ സാധു ഈ പറയുന്ന ഈ നേതാക്കന്മാരുടെ പ്രസംഗം ഒന്നും കേട്ടിട്ടില്ലേ? ഫൈസൽ മൗലവി പറയുന്നത് കേൾക്കാം. വെള്ളിയാഴ്ച തന്നെ പെരുന്നാളായി കഴിഞ്ഞാൽ ഒരാൾ പെരുന്നാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് വേണ്ട, ജുമാ വേണ്ട. ജുമാ നിർബന്ധമില്ല, അവൻ നിസ്കരിക്കേണ്ടതില്ല, അവൻ ജുമാ നിസ്കരിക്കേണ്ടതില്ല, പങ്കെടുക്കേണ്ടതില്ല. ഫൈസൽ മൗലവി പറയട്ടെ. ഇത്ര വളരെ സിമ്പിൾ. പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യണ്ട, ഖുതുബയിലൊന്നും ജുമാക്കൊന്നും വരണ്ട, പങ്കെടുക്കണ്ട. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഇതെല്ലാവരും അറിഞ്ഞതാ. മൂപ്പര് വെല്ലുവിളിക്കാൻ പറയാം. എന്താണ് ആ വെല്ലുവിളിൻ്റെ ഒക്കെ ഒരു പവറേ? അപ്പം ഇനി ഇതിനൊക്കെ മറുപടി ഉണ്ട്. അതായത് ഇപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞ കാര്യത്തിന് നമ്മളാരും മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് ഇവർക്കിടയിൽ തന്നെ വലിയ തർക്കം നടക്കുകയാണ്. അതൊന്നും ഈ സാധു മനസ്സിലാക്കിയിട്ടില്ല. ഈ സാധു അതൊന്നും അറിയുന്നില്ലാവോ? കാരണം ഇതിൽ തന്നെ ഈ പറഞ്ഞ ഫൈസൽ മൗലവിയും ഈ പറയുന്ന ഹുസൈൻ സലഫിയൊക്കെ പറഞ്ഞ ഈ വിഷയത്തിൽ ഇവർക്കിടയിൽ തന്നെ വലിയ തർക്കമുണ്ട്. കാരണം പെരുന്നാൾ എന്ന് പറയുന്നത്, പെരുന്നാൾ നിസ്കാരം എന്നുള്ള സുന്നത്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ആ പെരുന്നാൾ നിസ്കാരം അത് ഇവർക്കും സുന്നത്താണ്. അപ്പൊ ആ സുന്നത്ത് നിസ്കരിച്ചത് കൊണ്ട് എങ്ങനെയാണ് ഫർള് പോകുന്നത്? നിസ്കാരങ്ങൾ തന്നെ ആഴ്ചയിൽ ഒന്നല്ലേ കിട്ടുന്നുള്ളൂ. അത്രയും വലിയ പവറുള്ള ഈ ഒരു ഫർള് നിസ്കാരം, ജുമാ നിസ്കാരം എങ്ങനെയാണ് ഈ പറയുന്ന സുന്നത്ത് കൊണ്ട് വീടുക? ഇതും ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മതിയാവുമല്ലോ. ഇത് ഇവർക്കിടയിൽ തന്നെ, അത് തന്നെയാണ് ഇവർക്കിടയിലുള്ള തർക്കം. അപ്പൊ അങ്ങനെ ഇവർക്കിടയിൽ തന്നെ ഉള്ള ഒരു മറുപടി, ഇതിനുള്ള മറുപടി നമുക്കൊന്ന് കേൾക്കാം. പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂദാവൂദും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിലൊക്കെ കാണാൻ സാധിക്കും. ഇതാ രണ്ടാഘോഷങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് ജുമാ നമ്മളിവിടെ സംഘടിപ്പിക്കും, പക്ഷേ പങ്കെടുക്കേണ്ടവർ പങ്കെടുത്താൽ മതി. ഇതാണ് ഹദീസിന്റെ കണ്ടന്റ്. അതാണ് ഇതിങ്ങനെ വായിച്ചിട്ട് ഞാൻ പറയാണ് അപ്പൊ ജുമാ നിർബന്ധമില്ല. പ്രശ്നത്തിന്റെ മർമ്മതാണ്. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. വെള്ളിയാഴ്ചയും ജുമാ പെരുന്നാൾ ഒന്നിച്ചു വന്നു. ജുമാ ഞങ്ങൾ ഇവിടെ നടത്തും, പങ്കെടുക്കേണ്ടവർ പങ്കെടുത്തോളി, അല്ലാത്തൊരു പങ്കെടുക്കണമെന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഹദീസിന്റെ റിപ്പോർട്ട്, പദങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റ് ഹദീസുകൾ വായിക്കുകയും ഇതിന്റെ തന്നെ ശറഹ് വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അന്ന് മദീനയിൽ ഒറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ.
വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന് വാദികളിൽ നിന്നൊക്കെ സഹാബികൾ കഷ്ടപ്പെട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലെത്തുമായിരുന്നു. അവർ ഇനി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ആ പൊരി വെയിലത്തൂടെ ആ മരുഭൂമി ഇങ്ങോട്ട് തന്നെ താണ്ടേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ കോട്ടപ്പടി പള്ളിന്റെ അപ്പുറത്ത് താമസിക്കുന്ന സീതലവിക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. മണാലികളിൽ താമസിക്കുന്ന ആളുകൾക്ക് വരണമെന്നില്ല, അവർ വീട്ടിൽ വെച്ച് ഡോറ് നമസ്കരിക്കട്ടെ. എന്നാൽ ഞാനിവിടെ ചുമയെ നമസ്കരിക്കുന്ന നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മറ്റാരും വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആരെ വെച്ചിട്ടാണ് നടത്തുക? അപ്പൊ കേട്ടല്ലോ, അപ്പൊ ഈ പറയുന്ന വഹാബിയും എല്ലാ മുജാഹിദുകളും കേട്ടല്ലോ, നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് മറുപടി. ഇയാൾ സമസ്തക്കാരനൊന്നുമല്ല, ഇയാൾ സുന്നിയൊന്നുമല്ല. അയാൾ കൃത്യമായിട്ട് മറുപടി പറയുന്നു. എന്ത്? ആ പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗത്തിനോടാണ്. അഹ്ലുൽ ആലിയ എന്ന് പറയുന്ന ആ പ്രദേശത്തിലുള്ള ആളുകൾക്ക്, ആ പ്രദേശക്കാർക്ക് തന്നെ എന്തില്ല, ജുമാ നിർബന്ധമില്ല. കാരണം അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. മദീനത്തിന് ഒരു 6 മൈൽ എന്നൊക്കെ മറ്റു റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. ആ പ്രദേശത്ത് കുറച്ച് മുസ്ലിമീങ്ങളേ ഉള്ളൂ, ജുമാ സംഘടിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ പോലും ഇല്ല. അവർ ഈ പറയുന്ന പെരുന്നാളിന് വന്നതാണ് പള്ളിക്കാൻ, മദീനത്തെ പള്ളിക്കാൻ. അവരോടാണ് പറഞ്ഞത് എന്ത്, നിങ്ങൾ ഇനിയിപ്പോൾ ഇടങ്ങാറായിട്ട് ഇനി അടുത്ത ഖുതുബക്കൊന്നും വരേണ്ടതില്ല, വന്നാൽ കുഴപ്പമില്ല, വരേണ്ടതില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞത്. അതങ്ങ് കേട്ടപ്പോഴേക്ക് ഇനി വേണ്ട എന്നുള്ള ഫത്വ ഇറക്കാൻ വന്ന ഫൈസൽ പോലേക്ക് കൊടുത്ത ഉഗ്രൻ മറുപടിയാണ്, ഇവർക്കിടയിൽ നിന്നുള്ള കൃത്യമായ മറുപടിയാണ് കേട്ടത്. വെല്ലുവിളിച്ച വഹാബി കുഞ്ഞാടിനോട് പറയാനുള്ളത്, അതൊക്കെ എല്ലാവരും അറിഞ്ഞ സംഗതിയാണ്, സാരമില്ല, അറിയാത്തത് അറിയുമ്പോൾ അത് തിരുത്തിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തിരുത്താൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് മാത്രം. ഇനി അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് ഈദ്ഗാഹിനെ സംബന്ധിച്ച്. പിന്നെ മുജാഹിദുകൾ ഈദ്ഗാഹ് നടത്താറുള്ളത് എവിടെയാണ്? മുജാഹിദുകൾ ഈദ്ഗാഹ് നടത്താറുള്ളത് എവിടെയാണ്? മുജാഹിദ് ഈദ്ഗാഹ് നടത്താറുള്ളത് ഈ പറയുന്ന വല്ല ഓടയുടെ ചാരത്തോ അല്ലെങ്കിൽ വല്ല ബീച്ചിന്റെ സൈഡിലോ, ഈ മൃഗങ്ങളും നായകളൊക്കെ വിരഹിക്കുന്ന, അവർ കാഷ്ടിക്കുന്ന, അവർ പെറ്റുകിടക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ കളിക്കുകയും റിലാക്സ് ചെയ്യുന്ന ഈ ബീച്ചിന്റെ സൈഡിലൊക്കെ വെച്ചിട്ടാണ് മുജാഹിദിനെ പോലെയുള്ള പല ആളുകളും എന്ത് ചെയ്യാറുള്ളത്, ഈദ്ഗാഹ് സംഘടിപ്പിക്കാറുള്ളത്. എന്തിനാണ് ഇങ്ങനെ സംഘടിപ്പിക്കേണ്ട കാര്യം? വളരെ സുന്ദരമായ പള്ളികൾ നമുക്കുണ്ടല്ലോ, നല്ല എയർ കണ്ടീഷൻഡായ, നല്ല സുഗന്ധമുള്ള കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുള്ള നല്ല പള്ളികൾ. ആ പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരുന്നുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് കൂലിയുണ്ട്, എന്ത് റാഹത്തുണ്ട്. പുതിയ വസ്ത്രമൊക്കെ എടുത്ത് പെരുന്നാളിന് കുളിച്ച് സുന്ദരമായിട്ട് വന്ന് ആ നിസ്കരിച്ച്, ആ കാർപ്പറ്റിലൊക്കെ ഇരുന്ന് നിസ്കരിച്ച്, ആ പള്ളിയിലൊക്കെ ഇരുന്ന് നിസ്കരിച്ച്, പരസ്പരം ആലിംഗനമൊക്കെ ചെയ്ത് അങ്ങനെ പിരിയ എന്തോ റാഹത്തുണ്ട്. അതെല്ലാം വിട്ടുകൊണ്ട് ഈ പറയുന്ന ബീച്ചിലോ അതല്ലെങ്കിൽ റോഡിന്റെ സൈഡിലൊക്കെ വെച്ച് ഈ അഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നിസ്കരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ അവിടെ വെച്ചിട്ടാണ് ഈദ്ഗാഹ് സംഘടിപ്പിക്കാറുള്ളത്. ഇത് പള്ളിയിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ? അങ്ങനെ എനിക്ക് ഓക്കെ, കുഴപ്പമില്ല. പള്ളിയിൽ സ്ഥലമില്ലാതെ നിങ്ങൾ ഈ പറയുന്ന പള്ളിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിട്ടാണ് നിങ്ങൾ പറയുന്ന ഈ ഈദ്ഗാഹ് സംഘടിപ്പിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെയാണോ? മുജാഹിദുകൾ ഈദ്ഗാഹ് നടത്താറുണ്ട്, അത് പള്ളിയിൽ സ്ഥലമില്ല. അപ്പൊ പള്ളി സ്ഥലം കഴിഞ്ഞിട്ടല്ല ഈ നടത്താറുള്ളത്, പിന്നെയോ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. പള്ളിയേക്കാൾ നല്ലതാണെന്നല്ലേ ഇതിന് ഈ പറയുന്ന റോഡിന്റെ സൈഡും അതുപോലെ തന്നെ ഈ നായകളും മറ്റു മൃഗങ്ങളൊക്കെ വിരഹിക്കുന്ന, അവർ കാഷ്ടിക്കുന്ന ഈ സ്ഥലങ്ങളാണ് ഏറ്റവും നല്ലത് നിസ്കരിക്കാൻ എന്നല്ലേ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് കേൾക്കാം. പുതിയ ചിന്താഗതികളുമായി വരുന്നവരുടെ കൂടെ നാം പെട്ടുപോകുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, പെരുന്നാൾ ദിവസം വന്നാൽ രാവിലെ എല്ലാ കക്കൂത്തിൻ്റെയും പരിസരത്തും അതുപോലെ മൃഗങ്ങളെ അറുക്കുന്ന സ്ഥലത്തും എവിടെയാണ് കിട്ടുന്നത് അവിടെ മൈതാനിയിൽ നിസ്കരിക്കണം. അഫ്ളൽ അതാണ്, പള്ളിയിൽ കയറാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? പള്ളിയൊക്കെ ഉണ്ടായി, ആ പള്ളിയൊക്കെ പൂട്ടിയിട്ടിട്ട് നേരെ വല്ല ബീച്ചിന്റെ സൈഡിലോ അതല്ലെങ്കിൽ വല്ല റോഡിന്റെ സൈഡിലോ ഒക്കെ പോയിട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് നിസ്കരിക്കേണ്ട ഒരു ഗതികേട്. ഇതൊരു പുത്തൻവാദമാണ്, പുത്തൻ ആശയമാണ്. ഇതിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. കാരണം പള്ളികൾ പൂട്ടിയിട്ടിട്ടാണ് ഈ പോകുന്നത്. പള്ളിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആ സ്ഥലമുള്ള പള്ളിയൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ ഈ പോകുന്നത് അത് വിദാത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പള്ളിയിൽ സ്ഥലം ഉണ്ടായിട്ടും അങ്ങനെ ബീച്ചിന്റെ സൈഡിലൊന്നും പോയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ നബി തങ്ങൾ കാണിക്കാത്ത പുതിയൊരു സംഗതിയാണിത്. ആ പുതിയ സംഗതിയിലേക്ക് നിങ്ങൾ പോകരുത് കേട്ടോ എന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദ്ഗാഹിലേക്ക് പോയിട്ടുണ്ടല്ലോ, നബി തങ്ങൾ ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും ഉസ്താദ് മറുപടി പറയുന്നുണ്ട്. അതുകൂടെ കേൾക്കാം. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുള്ളത്? പള്ളിയിൽ സ്ഥലമില്ലാതെ ആയത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് എന്നുള്ളത് ഉസ്താദ് തന്നെ മറുപടി പറയുന്നുണ്ട്, കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചില്ലല്ലോ. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. മദീനത്തിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള 100 കണക്കായ ആളുകൾ, അവർക്ക് ഒരു കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം യജമാനന്മാർ ലീവ് കൊടുക്കുന്നതാണ്. ആ ലീവിൽ പെരുന്നാളിൻ്റെ ആഘോഷത്തിന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കണം, അവിടുത്തെ ദുആയിൽ പങ്കെടുക്കണമെന്നാണ്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ
പള്ളിയിൽ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പള്ളിൻ്റെ പുറത്തായി പോവും. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം റസൂലുള്ളാഹി മൈതാനിയെ നിസ്കരിച്ചു. ശരിയാണ്, അതില്ലാതെ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതുപോലെയാണോ ഇപ്പോൾ എല്ലാ നാട്ടിലും 1, 2, 3, 4, 10 പള്ളികൾ ഉണ്ടാവും. ഈ പള്ളികളിൽ നിസ്കരിക്കാൻ മാത്രമേ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പള്ളിയിൽ അന്ന് സ്ഥലമില്ലാത്തതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് ചെയ്തത്? ഈദ്ഗാഹിലേക്ക് പോയത്, ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പള്ളിയിൽ അന്ന് സ്ഥലമില്ലായിരുന്നു. കാരണം പെരുന്നാൾ എന്നൊരു ദിവസം വന്നു കഴിഞ്ഞാൽ അന്ന് പല ആളുകളും മദീനത്തിന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ ആളുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് വരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അത് എ പി ഉസ്താദ് പറഞ്ഞൊരു സംഗതിയല്ല, അത് നിങ്ങളുടെ മൗലവി തന്നെ പറയുന്നത് കേൾക്കൂ. അന്ന് മദീനയിൽ ഒറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന്, ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന്, വാദികളിൽ നിന്നൊക്കെ സഹാബികൾ കഷ്ടപ്പെട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലെത്തുമായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി വരുമ്പോൾ പള്ളിയിൽ സ്ഥലം ഉണ്ടാവില്ല. ആ സ്ഥലം ഇല്ലാത്തതിന്റെ പേരിലാണ് അവിടെ ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സംഘടിപ്പിക്കുന്നത് പള്ളിയിൽ സ്ഥലം ഇല്ലാത്തതിന്റെ പേരില്ല. ഒന്നൊരു ചെറിയ പള്ളിയേ ഉള്ളൂ, അതും ഒരു പള്ളിയേ ഉള്ളൂ ആ പ്രദേശത്തൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പോയത്. നിങ്ങളോ പള്ളിയിൽ സ്ഥലമുണ്ട്, ആ പള്ളിയിൽ സ്ഥലം ഉണ്ടായിട്ട് പോലും നിങ്ങൾ പോകുന്നു ഈദ്ഗാഹിലേക്ക്. ഇവിടെയാണ് വിഷയം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പള്ളിയൊക്കെ സ്ഥലം ഉണ്ടായിട്ട് അടച്ചിട്ടിട്ട് നേരെ പോയിട്ട് വല്ല അഴുക്കുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നിസ്കരിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നു. ഇതാണ് ഉസ്താദ് പറഞ്ഞതിന് ചുരുക്കം. ഇനി മൂപ്പര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഉസ്താദ് ഈ പറഞ്ഞത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഉസ്താദ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പൊ ഇത് ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങി കണ്ടപ്പോൾ ഇയാൾ പിന്നെ ബോഡി ഷേമിംഗ് ആണ്. എന്തിനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇങ്ങനെ കളവ് പറയുന്നത്? മരിക്കാനായില്ലേ, പ്രായം കുറെ ആയില്ലേ, സംസാരിക്കാനും പോലും പറ്റുന്നില്ലല്ലോ. ഒക്കെ നല്ല ആരോഗ്യത്തോടെ നല്ല ഉഷാറോടെ സംസാരിച്ച ആളാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നൊക്കെ, പ്രായമായത് കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നതല്ലേ. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൗമിനെ പറ്റിക്കാൻ വേണ്ടി കള്ളത്തരം പറയുന്നു? ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, ഒരു വ്യക്തി അദ്ദേഹം ആദർശപരമായിട്ട് സംസാരിക്കുമ്പോൾ അതിന് ആദർശപരമായിട്ട് നേരിടണം. അതല്ലാതെ വ്യക്തിഹത്യ നടത്തല്ലേ വേണ്ടത്, അയാളെ ബോഡി ഷേമിംഗ് നടത്തല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് ഉസ്താദിന്റെ പ്രായം കൂടിയില്ലേ, സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, എണീക്കാൻ കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ തുടങ്ങിയിട്ട് കളിയാക്കല്ല വേണ്ടത്. പ്രായം കൂടുമ്പോൾ ആളുകൾക്ക് ശരീരത്തിന് ആഫിയത്ത്, ശരീരത്തിന് ബലം കുറയും, ഇങ്ങനെ മുടി നരക്കും. ഇതൊക്കെ ഒരു പ്രകൃതിയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും നിനക്കില്ലാതെയായി പോയത് വളരെ കഷ്ടമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ആൾക്ക് ഇനി പ്രായം ആവൂലേ? ഈ പറയുന്ന ആളുടെ മുടിയൊന്നും ഇനി നിരക്കൂലേ? ഇതിന് പറയുന്ന പേര്, ഇതിന് നമുക്ക് വ്യക്തമായിട്ട് ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന് അഹങ്കാരം എന്നാണ് പറയാം. ഇത്ര അഹങ്കാരം പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ഒരു കാലയളവിലുള്ള ഒരു പ്രസരിപ്പല്ലാതെ ഒരു സമയം കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളത് നീയും എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിഷയത്തിൽ നിങ്ങൾക്ക് ഗണ്ണനമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗണ്ണിക്കാമല്ലോ, പ്രമാണങ്ങൾ ഉദ്ധരിക്കാമല്ലോ. എന്തിനാണ് ആരോപണം പറയുന്നത്? ചളിക്കുണ്ടിലാണ്, കക്കൂസിന്റെ പരിസരത്താണ്, കാട്ടിലാണ്, കുണ്ടിലാണ്, വൃത്തിയില്ലാത്ത സ്ഥലത്താണ് എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആരാണ് അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ആരാണ്? നിങ്ങൾ തന്നെയാണ് അങ്ങനെ നിസ്കരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് നിസ്കരിക്കുന്നത്. നീ തെളിവ് വേണോ? കേട്ടോളൂ. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ബീച്ച് ഫ്രീഡം സ്ക്വയറിന് മുൻപിലാണ്. ഇവിടെയാണ് ഈദ്ഗാഹ്, സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടക്കുന്നത്. ആയിരക്കണക്കിന് മതവിശ്വാസികളാണ് ഇങ്ങോട്ട് എത്തിയത്. ഇന്നലെ വരെ വ്രതശുദ്ധിയുടെ നാൾ. മനോഹരമായ പള്ളികൾ അവിടെ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ മുഴുവനും കൊണ്ടുപോയത് കൊടുക്കുക ബീച്ചിന്റെ സൈഡിൽ. ഏതാ ബീച്ചിന്റെ സൈഡ്? ആ ബീച്ചിന്റെ സൈഡിന്റെ സാധാരണയിലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. ഈ പറയുന്ന നായകളും മറ്റും മൃഗങ്ങളൊക്കെ വിരഹിക്കുന്ന, അവർ കാഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ, അവരുടെ ഈ ജോലി ഭാരവും സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി, ഒന്ന് ചില്ലാകാൻ വേണ്ടിയിട്ട് അവർ സമയം ചെലവഴിക്കുന്ന ഈ ബീച്ചിന്റെ സൈഡിലും പാർക്കിലും, അതുപോലെ തന്നെ ജനങ്ങൾ വളരെ തിരക്കിട്ട് പോകുന്ന ഈ പറയുന്ന ബസ് സ്റ്റാൻഡിലൊക്കെ ഈദ്ഗാഹ് സംഘടിപ്പിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നില്ലേ? ഇതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന അക്രമം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആ ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നിട്ട് പറഞ്ഞു തരുമ്പോൾ അതിനെ നിരൂപിക്കുന്നതിന് പകരം അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് കേൾക്കുമ്പോഴേക്കും കാളപറ്റ ഉടനെ കയറെടുത്തിറങ്ങിയാൽ ഇതായിരിക്കും ഗതികേട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായ സമയത്ത് ഇതൊന്നും അറിയാതെ മൂപ്പര് വലിയ വെല്ലുവിളിയായിട്ട് വന്നതാണ്. അപ്പൊ ആ വെല്ലുവിളിയൊക്കെ ഇനി മെല്ലെ വിളിച്ചാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും പ്രകടമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ മീഡിയകളൊക്കെ വളരെ സജീവമായ ഒരു സമയമാണ് എന്നുള്ളത് എൻ്റെ ഈ പറയപ്പെട്ട സുഹൃത്തൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഇത്തരത്തിലുള്ള ഷെറിനെ തൊട്ട് നമ്മയും ഈ മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.